ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിലെ വിവിധ സെക്ടറുകളുടെ കൂട്ടത്തിൽ വളരെയധികം വിശാലമായതും വൈവിധ്യം നിറഞ്ഞതുമായൊരു മേഖലയാണ് കെമിക്കൽ ഇൻഡസ്ട്രിയുടെ മേഖല. ബേസിക് കെമിക്കൽസ്, സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽ കെമിക്കൽസ്, അതുപോലെ അഗ്രികൾച്ചർ കെമിക്കൽസ് തുടങ്ങി കുറേ സബ് സെക്ടർ അടങ്ങിയ ബൃഹത്തായ ഉൽപ്പാദന മേഖലകളുള്ള ഒരു സെക്ടറാണ് കെമിക്കൽ ഇൻഡസ്ട്രിയുടേത്. അപ്പോൾ ഓരോ സബ് സെക്ടറിനും അതിൻ്റേതായ വ്യാവസായികമായുള്ള പ്രാധാന്യവും അതിൻ്റേതായ ഒരു വളർച്ചാ സാധ്യതയും ഒക്കെയാണുള്ളത്. അപ്പോൾ എല്ലാ കെമിക്കൽ സ്റ്റോക്കുകളും ഒരേപോലെ ഫ്യൂച്ചറിസ്റ്റിക്കും അല്ലെങ്കിൽ ഒരേപോലെ ഗ്രോത്ത് സാധ്യതയുള്ളതുമല്ല. ഇപ്പോൾ മൊത്തത്തിൽ ഈ ഒരു കെമിക്കൽ സെക്ടർ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഡൗൺ സൈക്കിളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം കെമിക്കൽ സെക്ടറിൽ ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അത് ഏത് വ്യവസായ മേഖലയെ സപ്പോർട്ട് ചെയ്യുന്ന കെമിക്കലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആ കെമിക്കലിൻ്റെ ഫ്യൂച്ചർ സാധ്യതകൾ അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്ന ഇൻഡസ്ട്രിയുടെ സാധ്യതകളും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സെക്ടറുകളിൽ ആവശ്യമായിട്ടുള്ള കെമിക്കൽ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കെമിക്കലിന് എപ്പോഴും വൻ ഡിമാൻഡ് ഉണ്ടാവാനുള്ള സാധ്യത ഒരു ലോങ് ടേമിൽ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഫ്യൂച്ചറിസ്റ്റിക് സെഗ്മെൻറ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ എമേർജിംഗ് ആയിട്ടുള്ള സെക്ടറുകളായിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾ, അതുപോലെ സോളാർ പാനലിൻ്റെ സെക്ടറുകൾ, അതുപോലെ ഗ്രീൻ ഹൈഡ്രജൻ, സെമി കണ്ടക്ടർ, അതുപോലെ ഈ 5G ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. അപ്പോൾ ഈ സെക്ടറുകളിലൊക്കെ ഉള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കെമിക്കലിൻ്റെ ആവശ്യമുണ്ട്. ആ ഒരു കെമിക്കലിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അപ്പോൾ ആ കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റോക്കുകൾ ഏതാണെന്നും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്ലൂറോ പോളിമർ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ആ ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലൂറോ പോളിമർ എന്ന് പറയുന്ന ഇത് ഒരു ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പോലെയുള്ള ഒരു കെമിക്കലാണ്. ഇതിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാർബോഫ്ലോറിൻ ബോണ്ട് ഉണ്ട്. കെമിസ്ട്രി അറിയുന്നവർക്ക് അറിയാൻ പറ്റും എന്താണ് ഈ ബോണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാർബൺ ഫ്ലോറിൻ ബോണ്ട് അതിൻ്റെ ആ ഒരു ശക്തമായ സാന്നിധ്യമാണ് ഈ ഒരു ഫ്ലൂറോ പോളിമറിനെ ഇത്ര ശ്രദ്ധേയമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലെയർ ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫേസിൽ നമ്മളൊരു കോട്ടിംഗ് ആയിട്ട് അപ്ലൈ ചെയ്താൽ അതിനെക്കൊണ്ട് കുറേ ഗുണങ്ങൾ ആ എക്യുപ്മെൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ സർഫേസിനെ പല രീതിയിലും പ്രതിരോധിക്കാൻ കഴിയും. ഇപ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷനും അവിടെ നടക്കില്ല. അതുപോലെ അമിതമായ ചൂട് അല്ലെങ്കിൽ അമിതമായ മറ്റ് അൾട്രാ വയലറ്റ് രശ്മികളുടെ ആക്രമണം അല്ലെങ്കിൽ മറ്റ് കെമിക്കലിൻ്റെ ആക്രമണം ഇതിനൊക്കെ ചെറുത്ത് നിൽക്കാൻ ഈ ഒരു കോട്ടിങ്ങിന് സാധിക്കും. കൂടാതെ ഇതൊരു ഇലക്ട്രിക്കൽ ഇൻസുലേഷനായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു പോളിമർ കോമ്പൗണ്ടാണ് ഈ പറയുന്ന ഫ്ലൂറോ പോളിമർ കോമ്പൗണ്ട്. അപ്പോൾ EV സെഗ്മെൻറ്റിലുള്ള ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിത്യം അയൺ ബാറ്ററി പാക്കേജുകൾ നിർമ്മിക്കുമ്പോൾ ഈ ഫ്ലൂറോ പോളിമറാണ് അതിൻ്റെ പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്നത്. ഹൈ വോൾട്ടേജ് സാഹചര്യങ്ങളിൽ താപത്തെയും അതേപോലെ ഇലക്ട്രിസിറ്റിയെയും പ്രതിരോധിച്ച് സംരക്ഷിക്കാൻ, ബാറ്ററിയെ സംരക്ഷിക്കാൻ ഈ ഒരു ഫ്ലൂറോ പോളിമറിന് സാധിക്കും. മറ്റൊന്ന് സോളാർ പാനലുകളിൽ അപ്ലൈ ചെയ്യുന്ന അതിൻ്റെ ഒരു ബ്ലാക്ക് ലെയർ അതും ഈ ഫ്ലൂറോ പോളിമർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അത് മാറി വരുന്ന മഴയത്തും വെയിലത്തും ഈ പാനലിന് വർഷങ്ങളോളം പ്രൊട്ടക്ഷൻ നൽകാൻ ഈ ഒരു കെമിക്കൽ സഹായിക്കുന്നു. അടുത്ത ഈ ഫ്ലൂറോ പോളിമറിൻ്റെ പ്രധാനമായ യൂസേജുള്ള ഒരു മേഖലയാണ് സെമി കണ്ടക്ടർ ഉൽപ്പാദന മേഖല. അവിടെ ഹീറ്റ് റെസിസ്റ്റൻസും അതുപോലെ അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിരോധിക്കാനുള്ള കഴിവും അതുപോലെ കെമിക്കൽ കണ്ടാമിനേഷൻ ഒഴിവാക്കാനുള്ള ഒരു കഴിവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കെമിക്കൽ അതിൻ്റെ ഒരു പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡുകളിലെ പ്രധാനപ്പെട്ടതും ഒഴിച്ചുകൂടാനാവാത്തതുമായ ഒരു കെമിക്കൽ പ്രൊഡക്റ്റാണ് ഈ ഫ്ലൂറോ പോളിമർ എന്ന് പറയുന്നത്. ഇതേപോലെ ഗ്രീൻ ഹൈഡ്രജൻ സെഗ്മെൻറ്റിലും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗമുണ്ട്. കാർബൺ ഡയോക്സൈഡ് എമിഷൻ പരമാവധി കുറച്ചുകൊണ്ട് മാക്സിമം ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു ഫ്ലൂറോ പോളിമർ ഒരു ആവരണമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതേപോലെ 5G ടെലികമ്മ്യൂണിക്കേഷൻ സെഗ്മെൻറ്റിൽ പ്രധാനമായിട്ടുള്ള മറ്റൊരു ഉപയോഗം ഇതിനുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഈ 5G കേബിളുകളിൽ ഇൻസുലേഷനായിട്ട് അതിനെ ഈ കേബിളിനെ തീയിൽ നിന്നും അതുപോലെ ചൂടിൽ നിന്നും മറ്റ് എല്ലാവിധ ആക്രമണങ്ങളിൽ നിന്നും അതിനെ രക്ഷിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ഇൻസുലേഷനായിട്ട് ഈ പറയുന്ന ഫ്ലൂറോ പോളിമർ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട ഈ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സെഗ്മെൻറ്റിൽ ഇതിൻ്റെ ഉപയോഗങ്ങൾ. ഇനി ഈ ഒരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കമ്പനികൾ കാണാമെങ്കിലും പ്രധാനപ്പെട്ട ഒരു ലീഡിംഗ് പ്ലെയേഴ്സ് ആയിട്ടുള്ള 3 കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽ എന്ന് പറയുന്ന കമ്പനിയാണ്.
ഇതൊരു ലീഡിങ് ഫ്ലൂറോ പോളിമർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. കൂടാതെ ഫ്ലൂറോ സ്പെഷ്യാലിറ്റീസ്, അതുപോലെ മറ്റ് കെമിക്കൽസ്, റെഫ്രിജറൻസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഒരു കമ്പനി ഒരു ഗ്ലോബൽ ടോപ്പ് 5 പ്ലെയേഴ്സിൽപ്പെട്ട കമ്പനിയാണ്. ഇവരുടെ എക്സ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ യൂറോപ്പ്, അമേരിക്ക, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. 40,000-ഓളം കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു കമ്പനി ഇപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് P60 എന്നുള്ള റേഞ്ചിൽ കാണാൻ പറ്റും. ഇൻഡസ്ട്രി P 35 പ്രൈസ് ടു ബുക്ക് വാല്യൂ 7 ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുക. എന്നാൽ ROCയും വളരെ മികച്ചതാണ്. അതുപോലെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ മാനേജബിൾ ആയിട്ടുള്ള ഡെപ്റ്റാണ്. പ്രൊമോട്ടർ ഹോൾഡിങ്ങും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോൾഡിങ്ങും അതുപോലെ DI ഹോൾഡിങ്ങും ഒക്കെ വളരെ സ്ട്രോങ് ആണ്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഇത് സെയിൽസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തതായിട്ട് കാണാം. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലുള്ള ആ ഒരു പ്രോഫിറ്റും നല്ല രീതിയിൽ വളർന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഒരു സൈഡ് വേസ് ഡയറക്ഷനിലാണ് ഈ സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 3100 എന്നുള്ളൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. 4000-ന് മുകളിൽ ഈ സ്റ്റോക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രീവിയസ് ഹൈയിലേക്ക് നമുക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ഓരോ ഡിപ്പിലും വാങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിരിക്കും ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് എന്ന് പറയുന്ന സ്റ്റോക്ക്. അടുത്തത് നവീൻ ഫ്ലൂറി എന്നൊരു സ്റ്റോക്കാണ്. ഇത് നവീൻ ഫ്ലൂറി ഇൻ്റർനാഷണൽ വരുന്ന ഈ സ്റ്റോക്ക് പ്രധാനമായിട്ടും റെഫ്രിജറേഷൻ ഗ്യാസസ്, ഇനോർഗാനിക് ഫ്ലൂറൈഡ്സ്, സ്പെഷ്യാലിറ്റി ഓർഗാനോ ഫ്ലൂറൈഡ്സ് പോലെയുള്ള പലവിധത്തിലുള്ള ഫ്ലൂറോ കോമ്പൗണ്ട്സും ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. ഇവരുടെ പോർട്ട്ഫോളിയോയിൽ 50-ലധികം ഫ്ലോറിനേറ്റഡ് കോമ്പൗണ്ട്സ് നമുക്ക് കാണാൻ കഴിയും. ഇത് 16,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ കറണ്ട് പ്രൈസ് ഇപ്പോൾ ഏകദേശം അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 33% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ സ്റ്റോക്കിൽ വലിയൊരു ക്രാഷ് നടന്നിരുന്നു. ഇതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിലുണ്ടായിട്ടുള്ള ഒരു ചേഞ്ച് കാരണം ഉണ്ടായിട്ടുള്ള ഒരു ക്രാഷ് ആയിരുന്നു അത് താൽക്കാലികമായിരുന്നു. അവിടെ നിന്ന് ഈ സ്റ്റോക്ക് ഇപ്പോൾ റിക്കവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്കിൻ്റെ P 55, ഇൻഡസ്ട്രി P 35, പ്രൈസ് ടു ബുക്ക് വാല്യൂ 7, PE റേഷ്യോ 3, ഓവർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക. ROCയും ROയും മികച്ചതാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി മാനേജബിൾ ആയിട്ടുള്ള ഡെപ്റ്റാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 28%, FIIs 15, DIIs 28, നല്ല സ്ട്രോങ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്കിതിൽ കാണാൻ കഴിയും. പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറവാണെങ്കിലും ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സിൻ്റെ നല്ല തോതിലുള്ള ഒരു സ്റ്റേക്ക് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റ് 28%, സെയിൽസ് 6% വളർന്നതായിട്ട് കാണാം. ഇപ്പോൾ ഈ ഡൗൺ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഈ സ്റ്റോക്ക് ഒരു റിക്കവറി സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും അത് അതിൻ്റെ പ്രീവിയസ് ഹൈയിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് എത്ര ടൈം എടുക്കുമെന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് ഒരു ആശങ്ക നിലനിൽക്കുന്നുള്ളൂ. അടുത്തത് SRF ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. 1970 രൂപ കൊണ്ട് ഈ ഒരു കമ്പനി പ്രധാനമായിട്ടും ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ്, കെമിക്കൽസ്, പാക്കേജ് ഫിലിംസ്, അലൂമിനിയം ഫോയിൽ തുടങ്ങിയ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവരുടെ ഫ്ലൂറോ കെമിക്കൽസ് നിർമ്മാണം അതൊരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സാണ് ഇവരുടെ. അതിൻ്റെ മേഖലയിൽ ഇപ്പോൾ റെഫ്രിജറൻറ്റ്, ഫാർമ പ്രൊപ്പലൻസ്, അതുകൂടാതെ ഇൻഡസ്ട്രിയൽ കെമിക്കൽസൊക്കെ ആ ഒരു മേഖലയിൽ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മാർക്കറ്റ് ക്യാപ്പ് 76,000 കോടിയുള്ള ഒരു വലിയ കമ്പനിയാണ്. കറണ്ട് പ്രൈസ് അതിൻ്റെ ഓൾ ടൈം ഹൈക്ക് അടുത്ത് നിൽക്കുകയാണ്. സ്റ്റോക്കിൻ്റെ PE 51 എന്നുള്ള ഒരു റേഞ്ചിലാണ് കാണാൻ കഴിയുന്നത്. ഇൻഡസ്ട്രി P 35 നമുക്കറിയാം. പ്രൈസ് ടു ബുക്ക് വാല്യൂ 7, PE റേഷ്യോ 1 കൂടുതലുമാണ്. അപ്പോൾ ഇതും ഓവർ വാല്യൂഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് കാണാൻ കഴിയുക. ROCയും ROയും വളരെ മികച്ചതാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.46 ഉള്ള ഒരു മാനേജബിൾ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 50%, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് 19%, DISന് 16% ഹോൾഡിംഗ് ഇതിൽ കാണാം. ഇതും ഈ സൈഡ് വേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. അതിൻ്റെ പ്രീവിയസ് ഹൈയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ 3 സ്റ്റോക്കുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഹൈ PEയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഹൈ PEയിൽ ഇത് ട്രേഡ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സ് വെച്ച് പുലർത്തുന്ന പ്രതീക്ഷയാണ്. അതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സെഗ്മെൻറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. കൂടാതെ ഈ സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഹോൾഡിംഗ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ഗ്രോത്ത് എല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രമാത്രം ഹൈ വാല്യൂഷനിൽ നമുക്ക് ഈ സ്റ്റോക്കുകൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഓരോ ഡിപ്പിലും വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സ്റ്റോക്കുകളായിട്ടാണ് ഇത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഡു യുവർ ഓൺ സ്റ്റഡി ആൻഡ് ടേക്ക് യുവർ ഓൺ ഡിസിഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.